മാനവികത ഉണർത്താൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന കേരള യാത്ര മഹത്തായ രണ്ടാം വാരത്തിൽ പ്രവേശിച്ചു. ചെല്ലുന്നിടത്തൊക്കെ വമ്പിച്ച ആൾക്കൂട്ടമാണ്. റിസാല വാരികയുടെ പുതിയ ലക്കം കേരള യാത്ര പ്രമാണിച്ച് പ്രത്യേക പതിപ്പാണ്. കാന്തപുരവുമായി AK അബ്ദുൾ മജീദ് നടത്തിയ സുദീർഘമായ അഭിമുഖ സംഭാഷണം. പിന്നെ മതം, മനുഷ്യൻ, മാനവികത എന്ന വിഷയത്തെക്കുറിച്ച് മതപണ്ഡിതന്മാരും മനുഷ്യാവകാശ പ്രവർത്തകരും പങ്കെടുക്കുന്ന ചർച്ച. മാനവികത ഉണർത്താൻ വേണ്ടി കാന്തപുരം ഉറക്കമിളക്കുമ്പോൾ കേരള യാത്രയെ തകർക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുകയാണ് കുലംകുത്തികൾ. വഹാബികളെക്കാളും മൗദൂദികളെക്കാളും ആവേശത്തോടെ കേരള യാത്രയെ എതിർക്കുന്നത് ചേളാരി സമസ്തക്കാരാണ്. SKSSF വിമോചന യാത്ര നടത്തുന്നു. കോട്ടുമല ബാപ്പു മുസ്ലിയാരാണ് വിമോചന യാത്രയ്ക്ക് ചൂട്ടുതെളിച്ചത്. കോട്ടുമലയും ചെറുശ്ശേരിയും ചേളാരിയിലുള്ള ബാക്കി സകല മുസ്ലിയാക്കന്മാരും കൂടി ചൂട്ട് കത്തിച്ചാലും കാന്തപുരത്തിൻ്റെ രോമം കരിയില്ല. മുസ്ലിം ലീഗിലെ മൂരാച്ചികളും കേരള യാത്രയെ എതിർക്കുകയാണ്. എന്നാൽ ലീഗിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഷെഹൻഷാ ജഹാംഗീർ കേരള യാത്രയെ സ്വീകരിക്കാൻ ബംഗാളിൽ നിന്ന് മലപ്പുറത്തെത്തി. കേരള യാത്ര കഴിഞ്ഞ് കാന്തപുരം ഭാരതയാത്ര നടത്തണമെന്ന് ഷെഹൻഷാ അഭ്യർത്ഥിച്ചു. ചേളാരിക്കാരുടെ കുബുദ്ധി മലപ്പുറത്ത് വിലപ്പോവില്ല, ബംഗാളിൽ ഒട്ടും ചെലവാവില്ല. തീവ്രവാദത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ പൊടിപാറവേ മാനവികത ഉണർത്താൻ വേണ്ടി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ കേരള യാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചു. തലസ്ഥാന നഗരം വെള്ളക്കടലായി എന്നാണ് പത്രങ്ങൾ അടിച്ചുവിട്ടത്. കേരള യാത്രയ്ക്ക് ബദലായി EK വിഭാഗം സുന്നികൾ സംഘടിപ്പിച്ച വിമോചന യാത്ര കോഴി കോട്ടുവായിട്ട പോലെ സമാപിച്ചു. ലീഗുകാരല്ലാത്ത ആരും ഈ യാത്രയെ ഗൗനിച്ചില്ല. കോട്ടുമലയും ചെറുശ്ശേരിയും കൂടിയാലും കാന്തപുരത്തിന്റെ രോമത്തിൽ തൊടാൻ കഴിയില്ല. സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രിയോ KPCC പ്രസിഡന്റോ പങ്കെടുത്തില്ല.